നമസ്കാരം. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം എന്ന പേരിൽ നടക്കുന്ന ഒരു വിദ്വേഷ സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അവിടെയാണ് മുൻ MLA ആയ PC ജോർജ് ഉത്തരേന്ത്യൻ മാതൃകയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയത്. PC ജോർജ് മാത്രമല്ല, അതിൽ പ്രസംഗിച്ചവരിൽ പലരും, മിക്കവരും അവരുടെ വാദങ്ങൾ PC ജോർജിൽ നിന്ന് ഒട്ടും ഭിന്നമായിരുന്നില്ല. ക്രമസമാധാനത്തിലും സാമുദായിക സൗഹാർദ്ദത്തിലും ഇന്ത്യക്ക് മാതൃകയെന്ന് മേനി നടിക്കുന്ന കേരളത്തിൽ ഏതാനും വർഷങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിൽ നടന്നുവരുന്ന വംശഹത്യ ലക്ഷ്യം വെച്ചുള്ള വിഷപ്രചാരണം അതിൻ്റെ എല്ലാ പരിധിയും ലംഘിച്ച് പരസ്യമാവുകയാണ്. ജോർജിൻ്റെ സാധാരണ വിടുവായത്തമല്ല ഇതെന്നും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ആവശ്യപ്പെടുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ചെയ്യേണ്ടത് ജോർജിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയാണോ അതോ സർക്കാരിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയാണോ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളോടൊപ്പം അതിഥികളായി CPM നേതാവായ PP ചിത്തരഞ്ജൻ MLA, കോൺഗ്രസ് നേതാവ് റിജിൽ മാക്വിറ്റി, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകനും കവിയുമായ KC ഉമേഷ് ബാബു എന്നിവർ. ആദ്യം PP ചിത്തരഞ്ജനിലേക്ക്. ചിത്തരഞ്ജൻ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിലും വിഷലിപ്തമായ നുണപ്രചാരണങ്ങൾ, വിഷപ്രചാരണങ്ങൾ, വിദ്വേഷ പ്രചാരണങ്ങൾ തുടർന്നു വരികയാണ്. അത് അങ്ങയുടെ കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അങ്ങും വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, വീട്ടിൽ മറ്റുള്ളവരും ഉപയോഗിക്കുന്നുണ്ടാകും. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റും നടക്കുന്ന വിഷപ്രചാരണങ്ങൾക്കെതിരെ ഒരു നടപടിയും സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കേസ് കൊടുത്താൽ പോലും, പരാതി കൊടുത്താൽ പോലും നടപടിയില്ല. പക്ഷേ ഇത് പരസ്യമാവുകയാണ്. പരസ്യമായി പ്രസംഗിക്കുന്നു എന്ന് മാത്രമല്ല, നാളെ മുതൽ അതിൻ്റെ ക്ലിപ്പുകൾ ഇതേപോലെ വാട്സപ്പുകളിൽ പ്രചരിക്കാൻ തുടങ്ങും. ഇത് വിടുവായത്തമല്ല, സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ വിദ്വേഷ പ്രചാരണം ലക്ഷ്യം വെച്ചുള്ള പ്രസംഗമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ പാർട്ടി ആവശ്യപ്പെടുന്നത് PC ജോർജിനോട് മാപ്പ് പറയാനാണ്. അങ്ങനെ ആരെങ്കിലും മാപ്പ് പറഞ്ഞ ചരിത്രമുണ്ടോ? കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ശ്രീ ചിത്തരഞ്ജൻ, കേൾക്കാമോ? PC ജോർജിൻ്റെ പ്രസംഗം അത്യന്തം അപലനീയമായിട്ടുള്ളത് തന്നെയാണ്. കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ ചിത്തരഞ്ജൻ. കേൾക്കാവോ? കേൾക്കാം, പറയൂ. കേൾക്കാവോ? കേൾക്കാം ചിത്തരഞ്ജൻ, പറഞ്ഞോളൂ. ശരി, PC ജോർജിൻ്റെ പ്രസംഗം തികച്ചും അപലനീയമായിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് നിരവധിയാകുന്ന നിലയിലേക്കുള്ള വ്യക്തിഹത്യകളും അതുപോലെ തന്നെയുള്ള ആക്ഷേപപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. പരാതി കൊടുത്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ വിഭാഗം സെല്ല് കേസെടുക്കുവാൻ തയ്യാറായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ പരാതിക്ക് പോകാൻ പലരും തയ്യാറാകാതെ വരുന്ന സന്ദർഭത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഒരു കാര്യത്തിനകത്ത് ഞാൻ യോജിക്കുകയാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഇതിനെ നിലക്ക് നിർത്തിയേ പോകാൻ കഴിയൂ നമുക്ക്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള, കാരണം ഈ കേരളത്തിലെ 50,000-50,000 വരുന്ന കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗം നൽകുന്ന വ്യക്തിയാണ് ശ്രീ യൂസുഫ് അലി. എന്തുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിൽ എത്രയോ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നു വരുന്നത്. രാജ്യത്തിലാകെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഞാൻ ശ്രീ PC ജോർജിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് കിട്ടും. എത്ര മോശമായ നിലയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് മുസൽമാൻ്റെ കടയിൽ നിന്ന് കാപ്പി കുടിച്ചാൽ അവിടുന്ന് അതിൽ എന്തോ ചേർത്ത് കൊടുക്കുകയാണ്, വന്ധീകരിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളടക്കമെന്ന ഏറ്റവും ഹീനമായ വാക്കുകളടക്കമാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും PC ജോർജിനെ പോലെ അദ്ദേഹം പലപ്പോഴും വിടുവായുത്തം പറയാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും, അദ്ദേഹത്തെപ്പോലൊരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയുള്ളൊരു പദപ്രയോഗം നടത്തിയത് തെറ്റാണെന്നും അദ്ദേഹത്തിൻ്റെ വിടുവായുത്തം മാത്രമല്ല ഇതെന്നും അത് പിൻവലിക്കണമെന്നും പറഞ്ഞിട്ടുള്ളതിന് രാഷ്ട്രീയ മര്യാദയാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഭരണപരമായി അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ സമുദായ സ്പർദ്ധ വർദ്ധിപ്പിക്കുവാനും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലിനമാക്കുവാനും കഴിയുന്ന നിലയിലേക്ക് ഏറ്റവും വർഗീയത വിഷം തുപ്പുന്ന ഈ പ്രസംഗത്തെ കർശനമായി തന്നെ ഈ പ്രസംഗം നടത്തിയ PC ജോർജിൻ്റെ പേരിൽ നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബഹുമാനരായിട്ടുള്ള ശ്രീ യൂസഫ് അലിയെ പോലെ
ഈ നാട് മുഴുവൻ ആദരിക്കുന്ന മഹത് വ്യക്തി, അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള വേദന അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ള മുറിവ് വളരെ വലുത് തന്നെയാണത്. ആ കാര്യത്തിൽ ഒരു കാരണവശാലും യഥാർത്ഥത്തിൽ മാപ്പ് പോലും അർഹിക്കാത്ത കുറ്റമാണ് PC ജോർജ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ, പിന്നെ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഇന്നത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യും. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPM ഈ സംഭവത്തെ അവലംബിച്ചിട്ടുണ്ട്. തുടർന്ന് ഇതിന് അടുത്ത ഘട്ടം എന്തായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് CPM ആലോചിച്ച് അത് സംബന്ധമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേസെടുക്കുമോ എന്നുള്ള ചോദ്യം വരാനൊരു കാരണമുണ്ട് ശ്രീ ചിത്തരഞ്ജൻ. അതിന്റെ കാരണം ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ, എന്തോ ഒരു ഫില്ലറിൽ ഒരു തുള്ളി മരുന്ന് ചായയിൽ ഒഴിച്ചു കൊടുത്താൽ ഇമ്പോർട്ടൻ്റ് ആവും എന്ന് പ്രസംഗിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ കുറ്റം. ഓക്കെ, കുടിവെള്ളത്തിൽ, അതായത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തിൽ എന്താണ് പറയുക, ഈ ഇമ്പോർട്ടൻസ് ആക്കാനുള്ള മരുന്ന് സപ്ലൈ ചെയ്ത് ഒരു വംശത്തെ മുഴുവൻ ഫെർട്ടൈൽ ചെയ്യണം എന്നാവശ്യപ്പെട്ട ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ഉദ്യോഗസ്ഥയുണ്ട്. ഫേസ്ബുക്കിലാണ് അവർ ആവശ്യപ്പെട്ടത്. അവർക്കെതിരെ നിരവധി കേസുകൾ പോയിട്ടുണ്ട്. ഒരു കേസ് എടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. എന്നല്ല, സാമൂഹിക മാധ്യമങ്ങളിൽ ഇതുവരെ കഴിഞ്ഞൊരു 3, 4, 5 വർഷമായി ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്കും വംശഹത്യാ ആഹ്വാനങ്ങൾക്കുമെതിരെ പരാതി കൊടുത്താൽ പോലീസ് കേസെടുക്കുന്നില്ല എന്നത് പരാതി വ്യാപകമാണ്. അതുകൊണ്ടാണ് ഈ കേസെടുക്കാത്തതെന്ന ചോദ്യം പ്രത്യേകം ചോദിക്കുന്നത്. CPM സർക്കാരിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടാത്തതെന്ന് ചോദിക്കേണ്ടി വരുന്നു. അല്ല അജിംഷ, അതിനകത്ത് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഒരു കാരണവശാലും ശരി, വർഗീയ വിദ്വേഷം തുപ്പുന്ന ഒരു പ്രസംഗത്തെയും അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം സമീപനങ്ങൾക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് CPM-നുള്ളത്. ഗവൺമെൻറ് ഈ കാര്യത്തിലൊന്നും യാതൊരു നിലയിൽ പിന്നോട്ട് പോയിട്ടില്ല. ഈ കേരളത്തിന് മുന്നിൽ നിരവധിയാകുന്ന പരാതികൾ ഈ സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളിടത്തെല്ലാം കേസെടുക്കാൻ തന്നെ തയ്യാറായിട്ടുണ്ട്. അത്തരത്തിൽ കേസെടുക്കും. പക്ഷേ PC ജോർജിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ പോലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഏറ്റവും അപകടകരമായിട്ടുള്ള, ഈ വിഷലിപ്തമായിട്ടുള്ള, ഹീനമായിട്ടുള്ള പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിയമപരമായ നടപടികൾ ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിൽ പിന്നെ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPM ശ്രീ റിജിൽ മാക്കുറ്റി, എന്തായാലും സർക്കാർ അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും എന്ന് ഉറപ്പാണ് PP ചിത്തരഞ്ജന്. അങ്ങനെ പ്രതീക്ഷിക്കാം. അജിംസ്, ഇതുമായി ബന്ധപ്പെട്ട് കേരളം പോലെ ഒരു മതനിരപേക്ഷമായി നിൽക്കുന്ന, മതസൗഹാർദ്ദം ഏറെ ഹലോ കേൾക്കാം, പറഞ്ഞു. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. ഹലോ, എനിക്ക് സംസാരിക്കും തിരിച്ച് എക്കോ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് ഉടൻ ശരിയാക്കും. റിജിൽ ഒന്ന് പറഞ്ഞോളൂ. ഹലോ, കേരളം പോലെ ഒരു മതനിരപേക്ഷമായി നിൽക്കുന്ന ഒരു നാട്ടിൽ വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഈ കേരളത്തെ നകത്ത് ഒരു വളരെ വൃത്തികെട്ട രൂപത്തിലുള്ള ഒരു പ്രസംഗമാണ് PC ജോർജ് എന്ന് പറയുന്ന ഈ ആള് നടത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ പൊതുസമൂഹം അവജ്ഞയോടുകൂടി അയാളുടെ പ്രസംഗത്തെ തള്ളുന്നു എന്ന് മാത്രമല്ല, ഇയാൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഇത്തരം ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന ആളുകൾക്കെതിരായി സർക്കാരിന് കേസെടുക്കാൻ സാധിക്കും. CRPC 196 പ്രകാരം, IPC 153A പ്രകാരം കേസെടുക്കാനുള്ള എല്ലാ പ്രൊവിഷനും ഉണ്ട്. അപ്പോൾ സർക്കാർ അതിനകത്ത് പ്രോസിക്യൂഷൻ എന്ന രൂപത്തിൽ സർക്കാർ അനുമതി കൊടുക്കണം. എന്തുകൊണ്ട് കൊടുത്തില്ല ഇതുവരെ എന്നുള്ള ചോദ്യം അവിടെ കിടക്കുകയാണ്. ഇപ്പൊ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ പല ആളുകളും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തിട്ട് പോലും പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സർക്കാർ ആ പ്രസംഗം വന്നത് അപ്പം തന്നെ ഇത്തരം ആളുകൾക്കെതിരായി കേസെടുക്കാനുള്ള നിലപാട് സ്വീകരിക്കണമായിരുന്നു. അതോടൊപ്പം തന്നെ ഇത് മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്തരത്തിൽ ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്കെതിരെയും അവരോട് ഒരു ചിറ്റമ്മ നയം സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് PC ജോർജിനെ പോലെയുള്ള ആളുകൾക്ക് എന്ത് വൃത്തികേടും, എന്ത് വംശീയ വെറിയും, എന്ത് വർഗീയതയും പറയാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകുന്നത്. അത് എത്രയേറെ പ്രത്യേകിച്ച് മതനിരപേക്ഷമായി നിൽക്കുന്ന ഈ കേരളത്തിന്റെ മനസ്സിന് ഉണ്ടായ ഏറ്റവും വലിയ ആഘാതമാണ്. ഒരു രാഷ്ട്രീയ നേതാവായി, MLA ആയി പല പദവികളിലും ഇരുന്ന ഒരു മാന്യനാണ്. മാന്യൻ എന്ന് പറയാൻ പാടില്ല. ആ മാന്യൻ എന്ന പദം അയാളുടെ പേരിൽ ഉപയോഗിക്കാൻ പാടില്ല.
ഒരു മാലിന്യം പോലും നാണിച്ചു. അത്തരത്തിലുള്ള വൃത്തികേടാണ് കുറച്ച് കാലങ്ങളായി ഈ PC ജോർജ് ഈ നാട്ടിനകത്ത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ഒരു കേസും വരില്ല, ആരും എന്നോട് ചോദിക്കാനില്ല എന്ന ധാർഷ്ട്യാണ്. അതുകൊണ്ട് ഈ കേസെടുത്ത് നോൺ ബൈബിൾ ഒഫൻസാണ് ഇത്തരത്തിലുള്ള പ്രസംഗം, അതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് ഇയാളെ ജയിലിലടക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കണം. ഓരോ ദിവസം വൈകുന്തോറും ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് ഉണ്ടാകുന്ന ആഘാതം വളരെയേറെ ഗുരുതരമാണ്. അതുകൊണ്ട് സർക്കാർ നടപടിയെടുക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അത്തരം ഒരു നടപടി വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രസംഗിക്കാൻ വരുന്നവർ, ഇത്തരത്തിൽ പല ആളുകളും ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എടുത്ത് നമുക്ക് പരിശോധിക്കാം. കേരളത്തിന്റെ പൊതു അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിക്കണം. സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി കൊലവിളി നടത്തുന്നവർ, വർഗീയത പറയുന്നവർ, ഏതെങ്കിലും ഒരു അക്രമം നടന്നാൽ ആ അക്രമത്തെ അക്രമമായി കാണാതെ അതിനെ മതം കലർത്തിക്കൊണ്ട് ആളുകളെ ആക്ഷേപിക്കുന്ന എത്രയോ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്തും കാണുന്ന ആളുകൾക്കെതിരായി എന്ത് നടപടിയെടുക്കുന്നു സർക്കാർ നടപടിയെടുക്കുന്നു വരുന്നു. അത്തരത്തിൽപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ചെയ്ത സംഭവങ്ങളുണ്ടോ? ഇവിടെയുണ്ടോ? പക്ഷേ RSSനൊക്കെ എതിരെ പോസ്റ്റ് ഇട്ടാൽ അവരെയൊക്കെ പോയി കർണാടകയിൽ പോയി അറസ്റ്റ് ചെയ്യുന്ന പോലീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റ് രൂപത്തിലുള്ള ബുള്ളിംഗ് നടത്തുന്ന ആളുകൾക്കെതിരായി ബുള്ളിബായി എന്ന അത്തരത്തിലുള്ള ആളുകൾ അതിനെതിരെ സോഷ്യൽ മീഡിയ എഴുതുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച ഒരു പോലീസാണ് ഈ കേരളത്തിലെ പോലീസ്. അത്തരം ഒരു പോലീസ് എന്തുകൊണ്ട് ഈ PC ജോർജുമാരെ പോലെയുള്ള ആളുകൾക്കെതിരായി ഇത്തരം നടപടി സ്വീകരിക്കാൻ അമാന്തിക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതുകൊണ്ട് വളരെ അടിയന്തരമായി ഇത്തരം പ്രസംഗം നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ്. അത് സമയം വൈകി, ഇന്നലെ നടന്ന സംഭവം ഇത്ര ദിവസമായിട്ടും കേസ് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തോ തരത്തിലുള്ള ഒരു മെല്ലപ്പോക്ക് ഈ വിഷയത്തിനകത്ത് സർക്കാരിനുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ, മതേതര അന്തരീക്ഷത്തെ തകർക്കുന്ന ഈ മതവെറിയനെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതികരിക്കണം എന്നുള്ളതാണ്. അയാൾ പറഞ്ഞ പല കാര്യങ്ങളും കേരളത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു കാരണവശാലും നടക്കാൻ സാധിക്കാതെ, പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികളെ കുറിച്ച് എത്ര ഹെയ്റ്റായ കാര്യങ്ങളാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അത്തരം ആളുകൾക്ക് ഇനിയും നടപടി ഇല്ലാതിരിക്കുമ്പോൾ എന്താണ് കേരളത്തിൽ പല ആളുകളും ഈ രൂപത്തിലുള്ള പ്രചാരവേദികളുമായി മുമ്പോട്ട് വരുന്നത്? നമുക്കറിയാം പലതരത്തിലും ഈ കേരളത്തിനകത്ത് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉയർത്തിയ വിഷയങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ പോലും അത്തരം ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകൾ കൂടിക്കൂടി വരുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അറിയിക്കാനുള്ള ഒരു കാര്യം, യൂത്ത് ലീഗിന്റെ പരാതിയിൽ തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ PC ജോർജിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. DGP അനിൽകാന്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. യൂത്ത് ലീഗ് ഉൾപ്പെടെ പലരും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. PC ജോർജിനെതിരെ മതവിദ്വേഷ പ്രസംഗം നടത്തി എന്ന പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഞാൻ ഷാബു പ്രസാദിലേക്ക് പോവുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇതൊരു ഹിന്ദു മഹാസമ്മേളനം എന്ന പേരിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ സംഘാടകർ ആരാണെന്ന് ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ അതിൽ പങ്കെടുത്തത് RSSന്റെ നേതാക്കളും BJPയുടെ നേതാക്കളും ഒക്കെയാണ്. അത് ഉദ്ഘാടനം ചെയ്തത് ഗവർണറാണ്. ഗവർണറുടെ പദവിയുടെ മഹത്വം നമുക്കറിയാമല്ലോ. അവിടെ PC ജോർജ് പ്രസംഗിച്ചത് മാത്രമല്ല, അവിടെ പ്രസംഗം മുഴുവൻ ഇത്തരത്തിലാണ്. പ്രസംഗിച്ചു പോകുന്ന എല്ലാവരും പല വിഷയങ്ങളിൽ ഏത് വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചാലും പറയുന്നത് മുഴുവൻ അപര മതവിദ്വേഷ പ്രചാരണമാണ്. ഇങ്ങനെ ഒരു പരിപാടി ഗവർണർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഗവർണർക്ക് അറിയില്ലേ ഇവിടെ നടക്കാൻ പോകുന്നതാണെന്നൊക്കെ? അജിംസെ, അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ 2 ദിവസം പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അത് കാലങ്ങളായി നടന്നു വരുന്ന ചെങ്കോട്ടുകോണം ആശ്രമത്തിൻ്റെ കീഴിൽ സ്വാമി സത്യാനന്ദ സരസ്വതി തുടങ്ങി വെച്ച ഒരു വർഷം തോറും നടന്നു വന്നിരുന്ന ഒരു സംരംഭമാണിത്. കഴിഞ്ഞ 2 പ്രാവശ്യം കോവിഡ് കാരണം ഉണ്ടായിരുന്നില്ല. 2 വർഷത്തിന് ശേഷം ഈ വർഷം നടന്നു. അതിൻ്റെ സംഘാടകർ ആരാണെന്നുള്ളത് വളരെ കൃത്യമാണ്. ചെങ്കോട്ടുകോണം ആശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതാണത്. അതിൻ്റെ അത് ധാരാളം ആൾക്കാർ പങ്കെടുക്കാറുണ്ട്. താങ്കളിപ്പോൾ ഇവിടെ പറഞ്ഞു, അവിടെ പങ്കെടുക്കുന്നവരെല്ലാവരും അന്യമത വിദ്വേഷമാണ് പ്രചരിപ്പിക്കുന്നത്, എല്ലാം കോമൺ ആയിട്ട് അതാണ് ചെയ്യുന്നതെന്ന്. അതിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തതാണ്. ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. ഞാൻ ഹോസ്റ്റ് ചെയ്ത ഒരു പ്രോഗ്രാം മിനിഞ്ഞാന്നവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കതിനെ നല്ല കൃത്യമായിട്ടറിയാം എങ്ങനെയാണ്. അതിൻ്റെ അകത്ത് ധാരാളം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അത് ഏകദേശം, അതായത് ഈ ഹിന്ദു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വതന്ത്ര പ്ലാറ്റ്ഫോമുമാണ്. അതിൻ്റെ അകത്ത് സംഘപരിവാറിന് നേരിട്ട് അതിൻ്റെ അകത്ത് സംഘടനാപരമായ സംഘാടനത്തിലൊന്നും അങ്ങനെ ബന്ധമൊന്നുമില്ല. എന്നാൽ ബന്ധമുള്ളവർ, സംഘവുമായിട്ട് ബന്ധമുള്ളവരൊക്കെ അതിൻ്റെ അകത്ത് സഹകരിക്കുന്നുമുണ്ട്, വ്യക്തിപരമായി സഹകരിക്കുന്നുമുണ്ട്. ഞാൻ
BJPയുടെയോ RSSൻ്റെയോ നേതാവോ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒന്നും ആളല്ല. ഞാനൊരു സ്വതന്ത്ര വ്യക്തിയാണ്. ഞാനും അതിൻ്റെ അകത്ത് പങ്കെടുത്ത് ഒരു സെഷൻ ഹോസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ശ്യാമപ്രസാദ്, അത് ആരാണ് ശരിക്കും സംഘടിപ്പിച്ചത്? ഞാൻ പറഞ്ഞല്ലോ ചെങ്കോട്ടുകോണം ആശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അനന്തപുരി എന്താണ് അതിൻ്റെ പേര് ഞാൻ അങ്ങോട്ട് പോയി, ആ ഒരു ട്രസ്റ്റുണ്ട്, ഒരു സംഘടനയുണ്ട്, ഒരു ഇതുണ്ട്. ഇത് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് ജിംസെ, എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ 27-ന് തുടങ്ങിയതാണത്. ഇന്നാണ് നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷം വലിയ പരിപാടിയാണ്, ഗവർണർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ധാരാളം, അതിൻ്റെ അകത്തെ ഓരോ വ്യക്തിയും അവിടെ അവതരിപ്പിക്കുന്നത് അവരവരുടേതായ വീക്ഷണങ്ങളാണ്. അതിൻ്റെ അകത്ത് യോജിക്കുന്നവരും വിയോജിപ്പുള്ളവരും എല്ലാവരും ഉണ്ടാകും. അതിന് ഇപ്പോൾ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു, PC ജോർജ് ആരാണെന്നുള്ളത് കേരള സമൂഹത്തിനോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ റിജിൽ മാക്കുറ്റി ഇവിടെ വലിയ രോഷാകുലനായിട്ട് സംസാരിച്ചു. അവരുടെ സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ MLA-മാർ എന്ത് പറയണമെന്ന് തീരുമാനിച്ചിരുന്ന ചീഫ് വിപ്പായിരുന്നു ഈ PC ജോർജ്. അദ്ദേഹത്തിന് ഇത്രയധികം ആത്മരോഷം കൊള്ളുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അന്ന് അങ്ങേരെ അതാക്കിയതിനും അതിനെ പിന്തുണച്ചതിനും അദ്ദേഹം ആദ്യം മാപ്പ് പറയട്ടെ. PC ജോർജ് ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. എവിടെ എപ്പോൾ എങ്ങനെ നിൽക്കണമെന്നും തഞ്ചത്ത് നിൽക്കണമെന്നും എങ്ങനെ 4 കാലിൽ വീഴണമെന്നും ഒക്കെ നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയുമാണത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ PC ജോർജിൻ്റെ വാക്കുകൾക്ക് അതിൻ്റെ ഓൺ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എനിക്കതിന് മറുപടി പറയേണ്ട ആവശ്യവുമില്ല. ഞാനതിനെ ഓൺ ചെയ്യുന്നില്ല. ഞാനതിൽ പങ്കെടുക്കുന്നു. വ്യക്തി പറഞ്ഞാൽ ഞാൻ PC ജോർജിൻ്റെ എല്ലാ നിലപാടുകളെയൊന്നും ഞാൻ അംഗീകരിക്കുന്ന ആളല്ല. ഒരു നിമിഷം, അങ്ങ് അംഗീകരിക്കുന്നില്ല വ്യക്തിപരമായി എന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം ഇത് പ്രസംഗിച്ച് ആവർത്തിച്ച് കരുതി കൂട്ടി ആലോചിച്ച് കുറെ സമയം എടുത്താണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അവസാനം അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, ആർക്കെങ്കിലും ഈ കാര്യത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ മറുപടി പറഞ്ഞിട്ടേ പോകും എന്ന് വെല്ലുവിളിക്കുകയാണ്. ആരും ഒന്നും ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ പോലും അതേക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല. അതിനകത്താണ് ആ സമ്മേളനത്തിന്റെ സംഘാടകർ അദ്ദേഹത്തിന്റെ വാദത്തെ അംഗീകരിക്കുകയാണ്. ആര് നടത്തിയാലും അത് അംഗീകരിക്കുകയാണ്. ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇന്നലെ നടന്ന സമ്മേളനത്തിന്റെ ഇത് സെഷനല്ല. ഇന്നലെ നടന്ന ഇന്നലത്തെ പൊതുപരിപാടിയിലുള്ള ഒരു പൊതുപരിപാടിയുണ്ട്. അവിടെ വലിയൊരു ജനാവലി അവിടെ ഉണ്ട്. നിങ്ങളതിൽ സമ്മതിക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെയൊന്നും ആരും പറയില്ല. ഒരു പൊതുപരിപാടിയുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അതവിടെ നിൽക്കട്ടെ. ഇനിയും ഈ PC ജോർജ് പറഞ്ഞ ഈ കാര്യം, അതിപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നത് മധുര മനോഹര മനോജ്ഞ മതേതര കേരളത്തിൻ്റെ ആ മാഹാത്മ്യത്തെപ്പറ്റി ഇവിടെ പറഞ്ഞല്ലോ. എൻ്റെ പൊന്നു സാർമാരെ, ഈ മധുര മനോഹര മനോജ്ഞ മതേതര കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ISIS റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കലാപങ്ങളിലും ഏതെങ്കിലും തരത്തിലൊരു കേരള ബന്ധമുണ്ട്. അതുകൊണ്ട് കേരളം അത്രങ്ങും സമത്വ സുന്ദര മനോഹര മതേതരമാണെന്നൊന്നും അങ്ങ് പറഞ്ഞു കളയല്ലേ. നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കാനുള്ള അവകാശമൊക്കെ നിങ്ങൾക്കുണ്ട്. അതിനെയൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പിന്നെ ഇതിപ്പോൾ PC ജോർജ് ഇത് പറഞ്ഞു. എൻ്റെ സുഹൃത്തെ ഇവിടെ CPM-ൻ്റെ ഉണ്ടല്ലോ, ചിത്രഞ്ജൻ ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അങ്ങയുടെ നാട്ടിലെ VS അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകൾ ശ്രീ ചിത്രഞ്ജൻ ഓർമ്മയില്ലേ? അടുത്ത 30 വർഷത്തിനുള്ളിൽ കേരളത്തിനെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നു. ഹിന്ദു പെൺകുട്ടികളെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്നു. അങ്ങനെ ആ വീഡിയോ ഇപ്പോഴും ഉണ്ട് മിസ്റ്റർ ചിത്രഞ്ജൻ. അന്നൊന്നും ഇവിടെ ആരുടെയും ഈ മതേതരത്വം പൊട്ടിയൊലിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഈ സമത്വ സുന്ദര ബോധം പൊട്ടിയൊലിക്കാതിരുന്നത്. അതിനു മുമ്പ് റിജിൽ മാക്കുറ്റിയുടെ നേതാവ് 2003-ലാണെന്ന് തോന്നുന്നു, 2002-2003-ലാണെന്ന് തോന്നുന്നു, AK ആൻ്റണി എന്താണ് പറഞ്ഞത്? ഇവിടെ സംഘടിത ന്യൂനപക്ഷം അവർ എല്ലാ അർഹതയില്ലാത്ത അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, അതിൽ ഹിന്ദു സമൂഹത്തിന് അമർഷമുണ്ട്. ഇത് പറഞ്ഞത് AK ആൻ്റണിയാണ്. ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ഇവിടെ ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുന്നത് വേശ്യാലയങ്ങൾക്ക് പണം കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് പബ്ലിക്കായിട്ട് പ്രസംഗിച്ചതിൻ്റെ വീഡിയോ ഇന്നും അവൈലബിൾ ആണ്, ഇപ്പോഴുമുണ്ട്. അന്നൊന്നും ഇവിടെ ആർക്കും ഒരു സംഭവിച്ചിട്ടില്ല.
ശശികലയ്ക്കെതിരെ കേസെടുത്തു, ഇങ്ങനെ- ഷംസുദ്ദീൻ പാലത്തിനെതിരെ കേസെടുത്തു, ഞാൻ മുജാഹിദ് അതല്ല ബാലുശ്ശേരിക്കെതിരെ ഇങ്ങനെ- കേസെടുത്തു. അല്ല, ഞാൻ അതിനൊക്കെ അതല്ല പരാതിയുമായി ഇത്ര- തന്നെ ഈ അവരുടെ പി.സി. സമുദായത്തിൽ ജോർജ് ആളുകൾ പോയി. ഒരു നിമിഷം പി.സി. ജോർജ് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചെങ്കിൽ, പി.സി. ജോർജിനെതിരെ മാത്രം ഷംസുദ്ദീൻ പാലത്ത് പ്രസംഗിച്ചെങ്കിൽ, ഇങ്ങനെ ഒരു വലിയ ശശികല ചരിത്രം പ്രസംഗിച്ചെങ്കിൽ അവർക്കെതിരെ കേസെടുത്തു. അജിംസേ, കേസെടുക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം. കേസെടുക്കാതിരിക്കുമ്പോൾ ഒരു നിമിഷം ഷാബു പ്രസാദ്, ഒരു നിമിഷം നിങ്ങൾ ഈ പറഞ്ഞ മതേതര സുന്ദര കേസെടുക്കാതിരിക്കുമ്പോൾ പി.സി. ജോർജ് പ്രസംഗിക്കുമ്പോൾ ഹർഷാരവം മുഴക്കി കൈയടിക്കുകയായിരുന്നു അവിടെ സദസ്സ്. നിങ്ങൾ പറഞ്ഞല്ലോ ഒരു പൊതുപരിപാടിയാണ്, അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതെ, പി.സി. ജോർജ് പ്രസംഗിച്ചു പോയി. പൊതുപരിപാടിയാണ്. ഒരാളെ എതിർത്ത് പി.സി. പറഞ്ഞില്ല എന്ന് ജോർജിന്റെ മാത്രമല്ല, അപ്പോൾ അഭിപ്രായത്തിനെ ഷാബു പ്രസാദ് പിന്തുണയ്ക്കുന്നവരെ പറയുന്നുണ്ടല്ലോ ഈ തുള്ളി പി.സി. മരുന്നിലൂടെ ആളുകളെ വഞ്ചീകരിക്കുന്നത് പറയുമ്പോൾ കൈയടിക്കുന്ന സദസ്സ് ഏത് സദസ്സാണ് ശ്രീ ഷാബു പ്രസാദ്? ഏത് സദസ്സാണ് അത്? പി.സി. ജോർജിന്റെ അഭിപ്രായം അത് പൊതു സദസ്സാണ്, ആർക്കും കടന്നു ചെല്ലാവുന്ന സദസ്സാണ് സാർ. അവിടെ പാസ് ഒന്നും വെച്ചിട്ടല്ല. ഞാൻ അവിടെ 2-3 ദിവസം ഉണ്ടായിരുന്ന ആളാണ്. ആർക്കും അവിടെ കടന്നു നിന്ന് അവിടെ കസേരയിലിരിക്കാം. അല്ലാതെ അവിടെ ആരെയും എക്സ്റേ വെച്ച് പരിശോധിച്ചിട്ടൊന്നും അല്ല അകത്തോട്ട് കയറ്റുന്നത്. എത്ര പേർക്ക് വേണമെങ്കിൽ അവിടെ കയറാം. അവിടെ കസേര നിറഞ്ഞിരിക്കാം. സാമുദായിക വിദ്വേഷം പടർത്തുന്ന ഒരു അഭിപ്രായം പി.സി. ജോർജ് പറഞ്ഞാൽ ആ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നവർ അതിനെ റിബട്ട് ചെയ്യണ്ടേ? ഒന്നുമില്ലെങ്കിലും ഈ പറയുന്ന അഭിപ്രായം ഈ സംഘാടക സമിതിയുടെ അല്ല എന്തെങ്കിലും അവർ പറയണ്ടേ? ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ അകത്ത് പല അഭിപ്രായങ്ങളുള്ളവർ വരും. അവർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോകും. പി.സി. ജോർജ് പ്രസംഗിക്കുമ്പോൾ ഒരു നിമിഷം ഷാബു പ്രസാദ്, പി.സി. ജോർജ് പ്രസംഗിക്കുമ്പോൾ ആ വേദിയിലിരുന്ന ആളുകൾ ആരൊക്കെയാണ്? അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, അയാൾ ആരാ? RSSന്റെ വക്കീലാണ്. RSSന്റെ വക്കീലല്ല. അദ്ദേഹം സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഷാബു പ്രസാദ്, ഞാൻ RSSകാരനാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ആളാണ്. അത് അദ്ദേഹം നിഷേധിക്കാറില്ല. കൃഷ്ണരാജ് RSSന്റെ വക്കീലാണെന്ന് RSS പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം RSSകാരനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ഒരിടത്തും പറയുന്നില്ല. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് മാത്രമല്ല, പല കാര്യങ്ങളിലും RSSനെ ശക്തമായി എതിർക്കുന്ന ആളാണ് കൃഷ്ണരാജ്. തീവ്രത പോലെ എന്ന് പറയുന്ന ആളാണ് കൃഷ്ണരാജ്. അങ്ങ് കാണാത്തതുകൊണ്ടായിരിക്കും. അല്ല, എനിക്കറിയാവുന്ന കാര്യമുണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. പല കാര്യങ്ങളിലും RSSനെ ശക്തമായി എതിർക്കുന്ന ആൾ കൂടിയാണ്. RSSന് തീവ്രത പോരാ, ഞാനൊരു ഹിന്ദു തീവ്രവാദിയാണ്, RSSന് തീവ്രവാദമില്ല എന്ന് വരെ പറയുന്ന ആളാണ് കൃഷ്ണരാജ്. അത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ആ വേദിയിൽ കൊടുത്തിട്ടുണ്ട്, സംഘാടകർ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നു, അവരെ പിന്തുണയ്ക്കുന്നവർ കൈയടിക്കുന്നു, അല്ലാത്തവർ വിമർശിക്കുന്നു. ഇതൊക്കെയല്ലേ സാർ ജനാധിപത്യം എന്ന് പറയുന്നത്? സംസ്ഥാനത്തെ വക്താവായ സന്ദീപ് വാചസ്പതി ഇത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സദസ്സിൽ. ചേട്ടാ, ഇതെന്ത് സന്ദീപ് വാചസ്പതി ചിരിച്ചു, സന്ദീപ് വാചസ്പതി കരഞ്ഞു? എൻ്റെ പൊന്നു സുഹൃത്തെ, അത് സന്ദീപ് വാചസ്പതി അതിനെ ഓൺ ചെയ്തോ? അയാൾ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു. അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോയി. അത് സന്ദീപ് വാചസ്പതി അവിടെ നിന്ന് ചിരിച്ചു, മേളിലോട്ട് നോക്കി, താഴോട്ട് നോക്കി. സന്ദീപ് പ്രസംഗിച്ചു തുടങ്ങുന്നത് എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, എങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങുന്നത്. അത് ഓൺ ചെയ്യല്ലാതെ പിന്നെ എന്താണ്? ഓൺ ചെയ്യല്ല, കാര്യം അവിടെ ഒരുപാട് കാര്യം ദിവസങ്ങളായി അവിടെ പരിപാടികൾ നടക്കുകയാണ്. ഒരുപാട് പേർ ഒരുപാട് ആശയങ്ങൾ അവിടെ പങ്കുവച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തു നിന്ന് അതെല്ലാം കൂടി സന്ദീപ് പറയുന്നത്. കേരളത്തിലെ ഒരു മതവിഭാഗം ആളുകളെ തുള്ളിമരുന്ന് കൊടുത്ത് വന്ധ്യംകരിക്കുകയാണെന്ന് പ്രസംഗിക്കുന്നതാണ് ആശയം. അതിന് ആശയം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. അതിൻ്റെ അകത്ത് എങ്ങനെ അറ്റൻഷൻ പിടിച്ചെടുക്കണമെന്നും എങ്ങനെ ശ്രദ്ധിക്കപ്പെടണമെന്നും എങ്ങനെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനായ പി.സി. ജോർജിന് അറിയാം. ഈ ഹിന്ദു മഹാസമ്മേളനത്തിന് കഴിഞ്ഞ 27-ാം തീയതി തുടങ്ങി ഇന്ന് 30-ാണ് തീയതി. ഇത്രയും ദിവസം ഇവർ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് എല്ലാ മാധ്യമങ്ങളും ആഘോഷിക്കുകയാണ്. ഇപ്പം അയാൾക്കെതിരെ ഒരു കേസും എടുത്തു. ഇങ്ങനൊരു സംഭവം നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് വെറുപ്പിൻ്റെ ഇതിൽ കൂടെയാണെങ്കിലും വിമർശിച്ചുകൊണ്ടാണെങ്കിലും ഇന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. ഈ പി.സി. ജോർജിന്റെ പ്രസാദ്, ഞാൻ ആ പരിപാടിയിലെ മുഴുവൻ പ്രശ്നങ്ങൾ ഇന്ന് കുത്തിയിരുന്ന് കേൾക്കുകയായിരുന്നു. വെറുപ്പല്ലാതെ അതിലെന്താണ് പോസിറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം? വെറുപ്പല്ലാതെ ആരെന്താണ് അതിൽ പ്രസംഗിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങളെ സംബന്ധിച്ചോളം അവിടെ ഗവർണർ പ്രസംഗിച്ചു. ഗവർണറുടെ പ്രസംഗത്തിൽ അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹമാണ് ആദ്യം അറിഞ്ഞില്ല. ഒരു ഗവർണറുടെ പരിപാടിയെ പറ്റി നിങ്ങൾക്ക് അറിയാൻ വയ്യഞ്ഞിട്ടാണോ? എങ്ങനെയാണ് ഒരു ഗവർണറുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്? പ്രോട്ടോക്കോളിൽ മൂന്നാമത് നിൽക്കുന്നൊരു ഗവർണറുടെ പരിപാടി, ആ പ്രോഗ്രാമിൽ എന്താണ്, ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ള വ്യക്തമാണ്. അതിനുശേഷമാണ് ഗവർണർ ഇതാക്കുന്നത്. അല്ലാതെ വെറുതെ പോയെന്ന് വിളിച്ചാലൊന്നും ഗവർണർ വരില്ല. അങ്ങനെ വരാൻ പറ്റുകയില്ല. ഗവർണറുടെ സ്പീച്ച് അവിടെ വിവേക് അഗ്നിഹോത്രി വന്നു, ഷെഫാലി വൈദ്യ വന്നു,
ജയനന്ദകുമാർ വന്നു. ആരാണ് ഈ ജയനന്ദകുമാറും ഷെഫാലി വൈദ്യം? ആയിക്കോട്ടെ, അല്ല ഞാൻ പറഞ്ഞു ഷെഫാലി വൈദ്യ ആരാണ്? ജയനന്ദകുമാറിന്റെ സ്പീച്ചിലെ എന്ത് വെറുപ്പാണ് നിങ്ങളൊന്ന് പറയൂടെ? നിങ്ങൾ ഷെഫാലി വൈദ്യം ജയനന്ദകുമാർ ആരാണ്? ശ്രീ ഷാബു പ്രസാദ് ഇന്ന് ഷെഫാലി വൈദ്യനെ എടുത്തു നോക്കൂ. വെറുപ്പല്ലാതെ സ്ത്രീ ഒന്നും എഴുതുന്നില്ല. വെറുപ്പ് പ്രസരിപ്പിക്കുന്ന ഒരു ടീച്ചർ ഷെഫാലി വൈദ്യം ഒന്നും പറയുന്നില്ലെന്ന് പറയൂ. നിങ്ങൾ, ഞാനതല്ലേ ചോദിച്ചത്, നിങ്ങൾ കുത്തിയിരുന്ന് കേട്ട ആളല്ലേ? ജയനന്ദകുമാറിന്റെ സ്പീച്ചിലെ വെറുപ്പ് എന്തായിരുന്നു നിങ്ങൾ പറ, ഇപ്പൊ പറ. ഓക്കെ, ഞാൻ ഈ പറയുന്ന വിഷം പ്രചാരണം മുഴുവൻ ഓർത്തെടുത്ത് എഴുതി വെച്ചാൽ താങ്കൾ ചോദിക്കാതിരിക്കുന്ന ആളല്ല ശ്രീ ഷാബു പ്രസാദ്. ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. എനിക്ക് അതൊക്കെ റെക്കോർഡ് ചെയ്ത് എഴുതി വെച്ച് താങ്കൾ ചോദിക്കുന്ന കാര്യമില്ല. അത് സാമൂഹ്യ വിരുദ്ധമാണ്. എങ്ങനെ നിങ്ങൾ പറയും? നിങ്ങൾ അത് സശ്രദ്ധം മുഴുവൻ കേട്ട് പഠിച്ചിട്ട് വന്നിരിക്കുന്ന ആളാണ്. നിങ്ങൾ പറയും ഷാബു പ്രസാദ് അവിടെ പ്രസംഗിക്കുന്നത്. ഞാൻ ഗവർണറുടെ പ്രസംഗം ഓക്കെ, അവിടെ ബാക്കിയുള്ളവർ പ്രസംഗിക്കുന്നത് എന്താണ് പഠിക്കേണ്ടത്? ചിദാനന്ദപുരി സ്വാമിജിയോട് സംസാരിച്ചു. നിങ്ങൾ പറയൂ, ചിദാനന്ദപുരി സ്വാമിജിയുടെ പ്രസംഗത്തിലെ വെറുപ്പ് എന്തായിരുന്നു? നിങ്ങൾ പറയും. നിങ്ങൾ മുഴുവൻ കേട്ടിട്ടില്ല. ചിദാനന്ദപുരി പ്രശസ്തനായത് തന്നെ എന്ത് കാര്യത്തിലാണ്? നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറരുത്. ഹിന്ദു സമ്മേളനത്തിൽ ചിദാനന്ദപുരി സ്വാമിജിയുടെ പ്രസംഗത്തിൽ നിങ്ങൾ പി.സി. ജോർജ് പ്രസംഗിച്ച വിഷയത്തിൽ ചിദാനന്ദപുരിയുടെ സ്റ്റാൻഡ് എന്താണ്? ഞാൻ സ്വാമിജിയുടെ വക്താവല്ല. നിങ്ങളുടെ കയ്യിൽ ഫോണല്ലേ ഇരിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ നമ്പറുണ്ട്. ഈ കൊളത്തൂർ ആശ്രമം ഇവിടുന്ന് 30 കിലോമീറ്റർ അപ്പുറമാണ്. നിങ്ങൾ ചോദിക്കേ. നിങ്ങൾ മാധ്യമപ്രവർത്തകനല്ലേ? പക്ഷെ നിങ്ങൾ ഇപ്പോഴും പറയുന്നില്ല വെറുപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയും കാടും പടലും തല്ലാതെ എന്താണ്? ഞാൻ ഇത്രയും പേരുടെ പേര് ഞാൻ പറഞ്ഞു. ശരി, അവരുടെ രാഷ്ട്രീയം എന്ത് വാങ്ങിക്കോട്ടെ, അവർ പടർത്തിയ വെറുപ്പ് എന്തായിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴും പറയുന്നില്ല. വെറുപ്പ് അത്രയും മാത്രം. നിങ്ങൾ പറയുകയും ചെയ്യുന്നു. പ്രസംഗങ്ങൾ മുഴുവൻ മൗനം പാലിക്കുക, അതിന് കൈയടിക്കുക, അതിന് തലയാട്ടി സമ്മതം നൽകുക, അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അജിംസെ, ഞാനവിടെ സംസാരിച്ചു 1 മണിക്കൂർ. ഞാനവിടെ സംസാരിച്ചു. എന്റെ സംസാരത്തിൽ എന്ത് വെറുപ്പാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ശരി ഷാബു പ്രസാദ്, ഞാൻ അങ്ങയുടെ പ്രസംഗം കേട്ടില്ല. ഞാൻ ഇന്നത്തെ പ്രസംഗം കേട്ടു എന്നേ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കുത്തിയിരുന്ന് കേട്ടത് പി.സി. ജോർജ് സാധാരണ മനോനിലയുള്ളതൊക്കെ എങ്ങനെ കേട്ടിരിക്കാൻ കഴിയും? അവിടെ നടന്ന പ്രസംഗങ്ങൾ മുഴുവൻ നിങ്ങൾ കുത്തിയിരുന്ന് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പി.സി. ജോർജിന്റെ അല്ലാതെ 3-4 ദിവസം കുത്തിയിരുന്ന് കേൾക്കാൻ ഒരാളുടെ സാധാരണ ഒന്നും കേൾക്കാതെയാണ് ഈ കീറൊക്കെ കീറിയത്. ഒരു ദിവസം കേട്ടപ്പോ എനിക്ക് മതിയായേ, ഇനി കേൾക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ശ്രീ കെ.സി. ഉമേഷ് ബാബു, ഉത്തരേന്ത്യയിൽ നാം ഹരിദ്വാറിൽ കണ്ടതുപോലുള്ള ഒരുതരം വംശഹത്യ ആഹ്വാന സ്വഭാവമുള്ള, ഇവിടെ ആയുധമെടുക്കണമെന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ. അവിടെ ആയുധമെടുക്കാൻ ആക്രോശിക്കുന്നു, ഇവിടെ അങ്ങനെ പറയുന്നില്ല, പരസ്യമായി നടക്കുകയാണ്. കേരളത്തെക്കുറിച്ചുള്ള നമ്മളൊരു പരമ്പരാഗത ബോധം അട്ടിമറിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ ഷാബു പ്രസാദ് ചൂണ്ടിക്കാട്ടുന്നത് ഇതൊക്കെ മുമ്പ് UDF-കാരും CPM-കാരനായ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? അല്ല, ഞാൻ പറയുന്നത് എനിക്ക് ഒരുപക്ഷെ ഇത് അവതരിപ്പിക്കുന്ന അജിംസിൽ നിന്ന് വ്യത്യസ്തമായി, ഇതിൽ പങ്കെടുക്കുന്ന പലരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഈ ചെങ്കോട്ടുകോണം സ്വാമിയായിട്ട് അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഈ സത്യാനന്ദ സരസ്വതി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം സന്യാസ വേഷം ധരിച്ച കാലം മുതൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം കേരളത്തിൽ രഥയാത്രകൾ നടത്തിയിട്ട് നിങ്ങളെപ്പോലെ ചെറുപ്പക്കാർ കണ്ടിട്ടുണ്ടാവില്ല. പോലീസ് സംരക്ഷണമില്ലാതെ അദ്ദേഹത്തിന് ഒരു സ്ഥലത്തും പ്രസംഗിക്കാൻ പറ്റുമായിരുന്നില്ല. അത്രയും തീ തുപ്പുന്ന വിഷലിപ്തമായ ഹിന്ദുത്വ ഭ്രാന്ത് പറഞ്ഞു നടന്നിരുന്ന ഒരാളാണ് സത്യാനന്ദ സരസ്വതി. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഒന്നിലധികം പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രഥയാത്ര കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അനുയായികളെ റൈറ്റ് ഞാൻ കെ.സി. ഉമേഷ് ബാബുവിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് ശ്രീ ചിത്തരഞ്ജൻ, ഇപ്പോൾ ഈ സംഭവത്തിൽ കേസെടുത്തു എന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ ഇങ്ങനെ കേസെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പിന്നീട് ഈ വിഷം തുപ്പാൻ വാ തുറന്നിട്ടില്ല. അങ്ങേക്ക് ഓർമ്മയുണ്ടാകും, കോഴിക്കോട് ഒരു നൌഷാദ് എന്ന തൊഴിലാളി വീണ് മരിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പ്രസംഗം, അതിൽ VM സുധീരൻ തന്നെയാണ് പരാതി കൊടുത്തത്. VM സുധീരൻ അദ്ദേഹത്തിൻ്റെ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കേസെടുത്തു. അതിനുശേഷം ഇപ്പോൾ 8 വർഷമായി അദ്ദേഹം പിന്നീട് അത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. ശശികല ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിരുന്നു. അവർ നിരവധി വിഷം തുപ്പുന്ന പ്രസംഗങ്ങൾ നടത്തി അതിൻ്റെ CD-കൾ YouTube വീഡിയോകളെല്ലാം പ്രചരിച്ചിരുന്ന കാലത്താണ് അവർക്കെതിരെ കേസെടുത്തത്. അതിനുശേഷം അവരും അത്തരം പ്രസംഗങ്ങൾ കുറച്ചിട്ടുണ്ട്. ഷംസുദ്ദീൻ പാലത്ത്, മുജാഹിദ് ബാലുശ്ശേരി
ഈ അർത്ഥത്തിലുള്ള ആളുകളൊക്കെ ഇമാതിരി വെറുപ്പ് വിതറുന്ന പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുത്തു, അവരും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആർക്കെതിരെയാണോ കേസെടുക്കാത്തത് അവർ പ്രസംഗങ്ങൾ തുടരുകയാണ്. നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു പുതിയ കോയിനേജ് നടത്തിയ പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മന്ത്രി അവിടെ പോയി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആരും മാപ്പ് പറയുന്നുമില്ല, ഒന്നുമില്ല. ഈ കേസെടുത്താൽ ഈ സംഭവം നിലയ്ക്കും എന്ന് ഉറപ്പായിരിക്കെ സർക്കാരിന് അതിനെന്തെങ്കിലും മടിയുണ്ടോ? ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയവാദികളുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഞങ്ങൾ വെച്ചു പുലർത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായാലും ന്യൂനപക്ഷ തീവ്രവാദപരമായ നിലപാടുകൾക്കെതിരായാലും ഒരേ സമയം രണ്ടിനെതിരായിട്ടുള്ള സമീപനം തന്നെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇവിടെ അജിംസ് ചോദിച്ചതിനേക്കാൾ വരുന്നതിനേക്കാൾ മുമ്പ് ഞാനൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ VS അച്യുതാനന്ദൻ VS എന്തോ ന്യൂനപക്ഷത്തിനെതിരായി പറഞ്ഞെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അത് ന്യൂനപക്ഷം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഭൂരിപക്ഷ തീവ്രവാദപരമായ നിലപാടായാലും ന്യൂനപക്ഷ തീവ്രവാദ നിലപാടായാലും ഞങ്ങൾ രണ്ടിനെ എതിർക്കുന്നവരാണ്. ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിക രാഷ്ട്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ യഥാർത്ഥത്തിൽ തെറ്റായ പാതയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടല്ല. മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും തീവ്രവാദപരമായ നിലപാടുകളെ തള്ളിപ്പറയുന്നവരാണ്. പക്ഷേ ആ സമുദായത്തെ അല്ലെങ്കിൽ ആ മതത്തെ ഈ ഭൂരിപക്ഷ വർഗീയത തുപ്പുന്ന സംഘപരിവാറിനെ അവരിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾക്കേ കഴിയൂ എന്നുള്ള നിലയിലേക്കുള്ള അപകടകരമായ അഭിപ്രായങ്ങളുമായി രംഗത്ത് വന്ന് രാജ്യത്ത് നാട്ടിൽ കലാപങ്ങളും സംഘർഷങ്ങളും കൊലപാതകങ്ങളും നടത്തുന്നവർക്കെതിരായി ന്യൂനപക്ഷ തീവ്രവാദത്തിനെതിരെ CPM ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഷാബു പ്രസാദ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് അതല്ല. നിങ്ങൾ ന്യൂനപക്ഷ തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചതിനെ പറ്റിയല്ല അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ VS അച്യുതാനന്ദൻ ഡൽഹിയിൽ കേരളത്തിൽ അമുസ്ലിം പെൺകുട്ടികളെ വലവീശി പിടിക്കുന്ന റോമിയോ ജിഹാദിന് വേണ്ടി ആളുകൾ പണം ഒഴുക്കുന്നുണ്ട് എന്നും കേരളത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കി മാറ്റാനുള്ള ശ്രമം പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നുണ്ട് എന്നും ആധികാരികമായി പറഞ്ഞിരുന്നു. അത് കോട്ട് ചെയ്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് UP തെരഞ്ഞെടുപ്പിൽ ലവ് ജിഹാദ് പരാമർശം വീണ്ടും ആവർത്തിച്ചത്. അതേക്കുറിച്ചാണ് ഷാബു പ്രസാദ് പറയുന്നത്. VS അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. VS ഇവിടെ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു അഭിപ്രായവും VS പറഞ്ഞിട്ടില്ല. മറന്നുപോയതായിരിക്കും. 2009 നടന്ന സംഭവമാണ്. അതിന്റെ ആർക്കൈവ്സ് ഇപ്പോഴും പല ജനങ്ങളുടെ കയ്യിലുണ്ട്. അല്ലല്ല, ഞാൻ പറയട്ടെ കേരളത്തിൽ നിന്ന് തന്നെ ISSലേക്ക് ആൾക്കാർ പോയതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു ഉമ്മ പ്രകടിപ്പിച്ചിട്ടുള്ള രാജ്യസ്നേഹപരമായ നിലപാടുണ്ടല്ലോ. എന്റെ നാടിനെതിരായിട്ട് എന്റെ മകൻ വിവരക്കേട് പറയല്ലേ. പരാമർശം നടന്നത് 2009 2008 നിങ്ങൾ ഈ പറയുന്ന ഉമ്മ എന്റെ മകന്റെ ബോഡി കാണണ്ട എന്ന് പറയുന്നത്. ഈ ക്രോണോളജി ഒക്കുന്നില്ല ശ്രീ ചിത്രരഞ്ജൻ. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, കേരളത്തിൽ ഏത് ഘട്ടത്തിലും തീവ്രവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ വേണ്ടി വർഗീയ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതാത് കാലഘട്ടങ്ങളിൽ അതിനെതിരായിട്ടുള്ള പ്രതികരണം ഉയർത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഈ ഷാബു പ്രസാദിനെ പോലെ തീതുപ്പുന്ന ഈ വർഗീയ വിഷം ചുറ്റുന്നതല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗത്തിന്റെ തോതല്ലല്ലോ അത്. എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ? എന്താ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ? ഗവൺമെന്റ് അല്ലേ? അവിടെ കാവല് നിൽക്കുന്നത് പിണറായി വിജയന്റെ പോലീസാണ്. നിങ്ങളുടെ പോലീസാണ് ആ സമ്മേളന നഗരിക്ക് കാവല് നിൽക്കുന്നത്. ശ്രീ ചിത്രരഞ്ജൻ, ഷാബു പ്രസാദ് ചോദിക്കുന്നത് ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയിൽ നിങ്ങളുടെ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് മുമ്പിൽ നടക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി ഗവർണർ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ സംസ്ഥാനത്തെ ഇന്റലിജൻസ് സംവിധാനം എന്താണ്? ആ ചോദ്യമാണ് ഉയർത്തുന്നത്.
സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതെല്ലാം സർക്കാരിന്റെ മണ്ടക്കൊണ്ട് വെക്കാൻ എന്തിനാണ് അജിംസ ഇത്ര വലിയ ഷാബു പ്രസാദ് വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ. ഞാൻ ചോദിച്ചതല്ല ശ്രീ ചിത്രൻ. അതെ, വെല്ലുവിളിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഇത് സർക്കാരിനെതിരെ ഇവിടെ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് കീഴിലാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിയത്, നടപടി എടുത്തുകൂടെ എന്ന് വെല്ലുവിളിക്കുകയാണ് ഷാബു പ്രസാദ്. നടക്കുന്നത്. സർക്കാരിന്റെ അനുമതിയോടുകൂടി സെക്രട്ടേറിയറ്റിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് കീഴിൽ കേരള പോലീസ് കാവലിൽ നിന്നുകൊണ്ടാണ് നടക്കുന്നത്. ശരി, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ കേട്ടല്ലോ, ഇതാണ് വെല്ലുവിളി. നാണമില്ലല്ലോ. നിങ്ങൾ വിവരക്കേട് തീർത്തു. നിങ്ങളുടെ പ്രായത്തെ ഞാൻ മാനിക്കുന്നു. നിങ്ങൾ ആ വിവരക്കേട് തീർത്തു. ഞാനത് പറയട്ടെ, നിങ്ങൾ ഈ ശുദ്ധമായ വിവരക്കേട് മുഴുവൻ പറഞ്ഞിട്ടും ഞങ്ങൾ അനങ്ങാതിരിക്കുകയല്ലേ ചെയ്തത്. ആ ഒരു മര്യാദ നിങ്ങൾ കാണിക്കൂ. നിങ്ങളുടെ പ്രായത്തെ മാനിക്കൂ. നിങ്ങൾ അത്രയെങ്കിലും കാണിക്കൂ. അവിടെ ഈ ഹിന്ദു മഹാസഭയുടെ പേരിൽ നടത്തിയിട്ടുള്ള ഈ തീതുപ്പുന്ന വിഷലിപ്തമായിട്ടുള്ള പ്രസംഗങ്ങളെല്ലാം സർക്കാരിന് അനുഭവത്തോടു കൂടെയാണോ? ഈ പറഞ്ഞ ആശ്രമത്തിനകത്തെല്ലാം എന്തെല്ലാം നടത്തുന്നത് സർക്കാരിന് അറിയാവോ? ഞാൻ ചോദിക്കട്ടെ, അവിടെ വന്നിട്ട് ബഹുമാനപ്പെട്ട ഗവർണർ വന്ന് ഉദ്ഘാടനം നടത്തിയിട്ട് പോയി. ഗവർണർ അത്തരം വേദികളിൽ പോകണ്ടോ എന്നുള്ളതെല്ലാം അദ്ദേഹം തീരുമാനിക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ PC ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഒരാള്, വലിയ പദവികൾ വഹിച്ചിട്ടുള്ള ഒരാള്, ഈ നാടിന്റെ സമാധാന ജീവിതത്തെ തകർക്കുന്ന നിലയിൽ ഏറ്റവും വിഷലിപ്തമായ പ്രസംഗം നടത്തുകയും അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയാ പറയുന്നത്? അദ്ദേഹം പറയുന്നത് വേറെ വന്ന കുറെ സ്വാമിമാരെയും വേറെ വന്ന കുറെ മതഭ്രാന്തന്മാരെയും വർഗീയവാദികളെയും അവരുടെ പ്രസംഗത്തെക്കുറിച്ചാണ്. ഈ നാടിന് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ളതാണ് ഈ ഹിന്ദു വർഗീയത വളർത്തുവാൻ ശ്രമിക്കുന്ന, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന സംഘപരിവാർ. ആ സംഘപരിവാറിന്റെ വിഷലിപ്തമായ ആശയങ്ങൾ, ഏറ്റവും മലിനമായിട്ടുള്ള ആശയങ്ങൾ, അത് പ്രചരിപ്പിക്കുവാൻ നമ്മുടെ ക്ഷേത്രങ്ങളെയും നമ്മുടെ ആശ്രമങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും എല്ലാത്തിനെയും അവർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന 1-2 വർഷക്കാലം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ആളിക്കത്തിക്കുവാൻ ശ്രമിക്കുകയാണ് ഈ സംഘപരിവാർ വർഗവിദ്വേഷം. ഇത് ബോധപൂർവമാണ്. ഇത് യാദൃച്ഛ്യമായി നടക്കുന്നതല്ല. കേരളത്തിൽ ഇന്ന് നടത്തിയിട്ടുള്ള PC ജോർജ് വരെ അവിടെ ക്ഷണിച്ചതും അയാളെ കൊണ്ട് ഈ പ്രസംഗം നടത്തിച്ചതും അവിടെ അതിന് കൈയടിക്കുന്നതുമെല്ലാം നമുക്ക് കേൾക്കാമല്ലോ. അതെല്ലാം യാദൃച്ഛ്യമായി ഉണ്ടായ സംഭവമാണെന്ന് പറയേണ്ട. ഉത്തരേന്ത്യയിൽ 9 സംസ്ഥാനങ്ങളിലാണ് രാമനവമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുവാൻ തയ്യാറായിട്ടുള്ളത്. ഈ നാട്ടിലെ മനുഷ്യൻ എന്ത് കഴിക്കണം, അവൻ എന്ത് ഭാഷ സംസാരിക്കണം എന്ന് RSSും സംഘപരിവാറും അല്ലേ തീരുമാനിക്കുന്നത്? നിങ്ങൾ കണ്ടില്ലേ? ഹിന്ദുസ്ഥാൻ കാര്യം മനസ്സിലായില്ലേ? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുകയാണ് ഹിന്ദി, ഹിന്ദുസ്ഥാൻ. ആ ഹിന്ദുസ്ഥാൻ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്കുള്ള സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് യാദൃച്ഛ്യമായിട്ടല്ല. കഴിഞ്ഞ ഡിസംബർ പ്രദേശങ്ങളിലേക്ക് RSSന്റെ റൂട്ട് മാർച്ച് വെച്ചിരുന്നതാണ്. എന്താ കാര്യം? 2 കൊലപാതകങ്ങൾ കഴിഞ്ഞിരുന്നു. ആ 2 കൊലപാതകങ്ങൾ കഴിഞ്ഞപ്പോ ഈ കേരളത്തിന്റെ മണ്ണിൽ RSSന്റെ റൂട്ട് മാർച്ച് ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇന്റലിജൻസ് ആണ് കണ്ടെത്തിയത്. ആ ഇന്റലിജൻസിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അതിനുള്ള അനുമതി കിട്ടിയില്ല. വളരെ ശക്തമായിട്ടുള്ള ഗൗരവമേറിയ വിവരങ്ങൾ. അപ്പൊ അതിന്റെ അർത്ഥം വളരെ സിമ്പിൾ അല്ലേ? ഇവിടെ നടക്കുന്ന ഈ ഒരു മഹാസമ്മേളനം സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണ് എന്നുള്ളതിന് ഇനി എന്താ വേറെ സർട്ടിഫിക്കറ്റ് വേണ്ടത്? സിമ്പിളാണ്. അതുകൊണ്ടാണല്ലോ ആ സർക്കാർ നിയമാനുസൃതം കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് PP ചിത്രത്തിന്റെ വിവരം. കാരണം തടയാൻ കഴിയില്ല, ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞില്ല. പക്ഷേ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കേസെടുത്തു എന്നാണ് ചിത്രം പറഞ്ഞത്. വളരെ ശ്രീരാമദാസ മിഷന്റെ എന്താണ് ഫൗണ്ടർ കൂടിയായി സ്വാമി എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സത്യാനന്ദ സരസ്വതി. മുമ്പ് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹം ഒരു പുണ്യഭൂമി എന്ന ഒരു പത്രം തുടങ്ങിയതായിട്ട് ഓർമ്മയുണ്ട്. എനിക്കിപ്പോഴാണ് അദ്ദേഹത്തെ ഓർമ്മ വന്നത്. അങ്ങ് തുടരും. അല്ല, ഞാൻ പറഞ്ഞു വന്നത് വാസ്തവത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് കരുതുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത്. അത് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയക്കാർ കരുതുന്ന പോലെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ സത്യാനന്ദ സരസ്വതി എന്ന് പറയുന്ന ശ്രീരാമദാസ മിഷന്റെ ഈ ചെങ്കോട്ടുകോണ സ്വാമി എന്നാണ് അദ്ദേഹത്തെ ആളുകൾ പൊതുവിൽ അറിഞ്ഞിരുന്നത്. ഇദ്ദേഹം 80കളുടെ തുടക്കത്തില് ഈ പറയുന്ന ഉത്തരേന്ത്യയിലെ BJP അധികാരത്തിലെത്തിച്ച ഈ ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭം, ബാബറി മസ്ജിദ് തകർക്കാനുള്ള പ്രക്ഷോഭമൊക്കെ നടക്കുന്ന കാലത്തെ സജീവമായിരുന്ന, അക്കാലത്തെ രഥയാത്രകൾ നടത്തിയിരുന്ന, കേരളത്തിൽ പോലീസ് അകമ്പടിയോടെ മാത്രം സംസാരിക്കാൻ പറ്റിയിരുന്ന, തീ തുപ്പിയിരുന്ന ഒരു സന്യാസി എന്ന് കരുതപ്പെടുന്ന ആളാണ്. എനിക്ക് അറിഞ്ഞുകൂടാ
ഇങ്ങനെ സന്യാസിമാരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇവർ ഈ പറയുന്ന ഹിന്ദുവിനെ കുറിച്ചൊക്കെ അത്യാവശ്യം ധാരണയുള്ള ഒരാളാണ് ഞാൻ. ഇന്ത്യൻ സന്യാസത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന് 80കളുടെ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കിയതാണ്. അതിനെ ഹിന്ദുവുമായിട്ട് ഒരു തരത്തിലും ബന്ധിപ്പിക്കാനാവില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിന് വേണമെങ്കിൽ പഴയ സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഒരു ടെലിവിഷൻ ചാനൽ വെച്ചിട്ട് അത് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്താ വന്നിട്ടുള്ള മാറ്റം? ഇതിനെയാണ് നമ്മൾ സാധാരണ ആംഗലത്തിൽ ഫ്രിഞ്ച് എലിമെന്റ്സ് എന്ന് പറയാ. ഈ ഫ്രിഞ്ച് എലിമെന്റ്സ്, പാർശ്വത്തിൽ കിടക്കുന്ന ശക്തികൾ കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മതഭ്രാന്ത് പ്രചരിപ്പിക്കുന്ന ശക്തികൾ പല മതങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഭ്രാന്ത് കലർന്ന ജൽപ്പനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മിക്കവാറും മുഖ്യധാരയുടെ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നില്ല. ഇപ്പോഴെന്താ ഉണ്ടായിട്ടുള്ള കേരളത്തില്? ഇന്നെന്താ ഉണ്ടായത്? അല്ല, കഴിഞ്ഞ 4 ദിവസമായിട്ട് എന്താ ഉണ്ടായത്? ഇത് കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ആപൽക്കരമായിട്ടുള്ള കാര്യമാണ് തിരുവനന്തപുരത്ത്. കാരണം ഇനിയിപ്പോ നേരത്തെ സംസാരിച്ച ഈ രാമദാസ മിഷന്റെ ആള് എന്ന് ഞാൻ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാനേ ഇടയുള്ള, നേരത്തെ സംസാരിച്ച സുഹൃത്തിന്റെ ഭാഷയിലുള്ള അങ്ങേയറ്റത്തെ ആർജവമുണ്ട്. ഇത് പഴയ രാമദാസ മിഷൻകാരിൽ ഉണ്ടായിരുന്നില്ല. ഇതെന്താ ചോദിച്ചാൽ ഇത് മുഖ്യധാരയിലേക്ക് വരികയാണ്. ആരാണ് പി സി ജോർജ്? പി സി ജോർജിനെ കുറിച്ച് പലതും പറയും. ഞാൻ സോഷ്യൽ മീഡിയയിലെ യുക്തിയിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. പി സി ജോർജ് കേരളത്തിലെ മുഖ്യധാരയിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരിൽ ഒരാളാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ഈ പി സി ജോർജ് വന്നിട്ട് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാർശ്വത്തിലെ ഭ്രാന്തന്മാരായിട്ടുള്ള ശക്തികൾ ഉയർത്തിപ്പിടിച്ച മതഭ്രാന്തിന്റെ ശക്തികൾ, ഒരുപക്ഷെ രാഷ്ട്രീയ ഭ്രാന്തിന്റെ ശക്തികൾ, ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ശക്തികൾ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ അതേക്കാൾ തീവ്രമായി ഉന്നയിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയം വരികയാണ്. ഇത് വളരെ ആപൽക്കരമാണ്. അതാണ് പ്രശ്നം. എന്താ കേരളത്തിൽ ഉണ്ടായത്? അധികം സമയമൊന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം സമയം ഏതാണ്ട് തീരാറായിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്താ കേരളത്തിന്റെ പ്രശ്നം? കേരളത്തിൽ സത്യസന്ധമായ ഒരു ജനാധിപത്യ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു ഇല്ലായ്മയുണ്ട്, ഒരു ശൂന്യതയുണ്ട്. ജോർജിന്റെ ഇടക്കാലം നമുക്ക് ഓർമ്മയുണ്ട്. ജോർജ് ഈ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് സ്ത്രീപീഡനത്തിനും ഈ പ്രകൃതിയുടെ മേലെയുള്ള കയ്യേറ്റങ്ങൾക്കും എതിരായിട്ട് നടത്തിയിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഇടക്കാല പോരാട്ടങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ്. അങ്ങനെ ജനങ്ങൾക്കകത്ത് വലിയ പ്രീതി പിടിച്ചു പറ്റിയ, ഒരുപക്ഷെ വളരെ ബ്രോഡായിട്ടുള്ള, വളരെ വിശാലമായിട്ടുള്ള ഒരു ഇടതുപക്ഷ സമീപനം പുലർത്തിയ ആളായിരുന്നു പി സി ജോർജ്. പി സി ജോർജ് എവിടെ എത്തിയിരിക്കുന്നു? അതാ പ്രശ്നം. പി സി ജോർജ് കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നേയില്ല. ഈ ആശയങ്ങളാണ് ഒരുപക്ഷെ ഇനി കേരളത്തിൽ തഴച്ചു വളരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ കുറെ കൂടി കരുത്തോടെ നിൽക്കാം എന്നൊരു തോന്നലിലേക്ക് പി സി ജോർജിന്റെ മാത്രം പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. നേരത്തെ ചോദിച്ച ചോദ്യമില്ലേ, ഈ സമ്മേളനം ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പൊ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ധർമ്മ സംസദ് എന്ന് പറയുന്ന ഏർപ്പാടിന് അനുമതി കിട്ടിയില്ല. കേരളത്തില് പോലീസുകാർ കാവൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ സംഘാടനത്തിൽ പങ്കുവച്ചു എന്ന് പറയുന്ന സുഹൃത്ത് പറയുന്നത്. ഇതാണ് പ്രശ്നം. ആരാണ് കേരളത്തിന്റെ ഈ മുഖ്യധാരയിൽ, കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിന്റെയും രാഷ്ട്രീയ ജീവിതത്തിന്റെയും മുഖ്യധാരയിൽ ഇത്തരം സന്ദേശങ്ങൾ ഉറക്കെ കേൾപ്പിക്കണം എന്ന് തീരുമാനിച്ച ശക്തികൾ ആരാണ്? അവർക്ക് ചൂട്ടുപിടിക്കുന്ന എന്ത് നിലപാടാണ് കേരളം? കാരണം കേരളത്തില് ഡാഷ്ബോർഡ് പഠിക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്തിലാണ് പോകുന്നത്. ഡാഷ്ബോർഡ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാര്യമല്ല. ടെക്നോ പാർക്കിൽ പോയി പറഞ്ഞു കഴിഞ്ഞാല്, കൊച്ചിയിൽ കാക്കനാട് പോയി പറഞ്ഞു കഴിഞ്ഞാല്, ഇനി ഈ പറയുന്ന ഇന്ത്യയിലെ സിലിക്കൺ വാലി ആയിട്ടുള്ള ബാംഗ്ലൂരിൽ പോയാല് ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ള ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള IT എഞ്ചിനീയർമാർ ഒരു വലിയ വിഭാഗം മലയാളികളാണ്. ഒരുപക്ഷെ ഗുജറാത്തികൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി ഡാഷ്ബോർഡ് അവർ ഉണ്ടാക്കി കൊടുക്കും ഇവിടെ ആർക്കെങ്കിലും ഡാഷ്ബോർഡ് വേണമെങ്കിൽ. പക്ഷെ ഡാഷ്ബോർഡ് പഠിക്കാൻ അവിടെ പോവുകയും അഹോ മഹത്തരം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആശയങ്ങൾ പലപ്പോഴും പലതായിട്ട് വരും. അങ്ങനെയാണ്. ഫാസിസം പ്രത്യേകിച്ചും ഫാസിസം മുൻവാതിലൂടെ വരുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. വേറെ ആർക്കും അങ്ങനെ അറിയുമെന്നറിയില്ല. ഫാസിസം പിൻവാതിലുകളിലൂടെയും വശങ്ങളിലെ വാതിലുകളിലൂടെയാണ് വരിക. അത് ഡാഷ്ബോർഡ് ആയിട്ട് വരും. ഡാഷ്ബോർഡ് പഠിക്കാൻ പോകുന്ന പ്രശ്നമായിട്ട് വരും. ഇത്രയധികം വിദ്യാഭ്യാസ പുരോഗതിയുള്ള നാട്ടിൽ അവിടെ പോയിട്ട് വിദ്യാഭ്യാസം എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്, ഗുജറാത്തികളെ കണ്ടു പഠിക്കണം എന്ന് പറയുന്ന ആശയമായിട്ട് വരും. ഇതൊക്കെ വരുന്ന ഒരു അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പി സി ജോർജ് പോയിട്ട് ഇത് പറയുന്നത്. കഴിഞ്ഞ മാസം പി സി ജോർജ് ഇത് പ്രസംഗിച്ചിട്ടില്ല, കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ചിട്ടില്ല, പിന്നെ ഇപ്പൊ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? അത് ഒരു നേരം ഒരു പ്രസംഗത്തിൽ, കാരണം ഇത് നടത്തുക ഒരുപക്ഷെ എനിക്കും അറിയുന്ന ഒരാളാണ് പി സി ജോർജ്. 2 വർഷമായിട്ട് തുടർച്ചയായി ലവ് ജിഹാദൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇത്രയും പറഞ്ഞിട്ടില്ല പി സി ജോർജ്. അതാണ് ഞാൻ പറഞ്ഞത്. പി സി ജോർജ് ഈ അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതിന് പറ്റിയൊരു സ്ഥലവും സമയവും ആയി കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം ഞാനതാ പറഞ്ഞത്, രാഷ്ട്രീയത്തിലെ സർവ്വ അടവുകളും പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് സത്യാനന്ദ സരസ്വതിയുടെ ഈ സമ്മേളനം.
ഗവർണർ ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം സംസ്കൃതത്തിലെ കൊട്ടേഷൻസ് ഒക്കെ ആയിട്ട് പ്രസംഗിച്ചു പോകുന്നതാണ് ഞാൻ കേട്ടത്. അതാണ് അങ്ങനെ മാന്യമായ തുടക്കം ഉണ്ടാക്കുകയും വളരെ അമാന്യമായ ഇടക്കാലം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒക്കെ ഫാസത്തിന്റെ രീതികളാണ്. അതാണ് ഗവർണർക്ക് അത് പറയാൻ പറ്റില്ല. ഗവർണർക്ക് പറയാത്ത കാര്യം PC ജോർജോ അല്ലെങ്കിൽ സഞ്ജീവ് വാചസ്പതിയോ മറ്റാരോ പറഞ്ഞു എന്ന് വരും. പക്ഷെ പ്രശ്നം നമ്മുടെ പാർശ്വത്തില്, സാമൂഹ്യ ജീവിതത്തിന്റെ പാർശ്വത്തിൽ ഇത്തരം വിഷപ്രയോഗങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. പതിറ്റാണ്ടുകളായിട്ടുണ്ട്. പല മതങ്ങളുടെ പുറത്തുണ്ട്, പല രാഷ്ട്രീയത്തിന്റെ പുറത്തുണ്ട്. പക്ഷേ അത് മുഖ്യധാരയിലേക്ക് ആരംഭിച്ചിരിക്കുന്നു. അത് മുഖ്യധാരയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്നാണ് KC ഉമേഷ് ബാബു പറയുന്നത്. ശ്രീ റിജിൽ മാക്കുറ്റി, നിങ്ങൾ നിരന്തരം ആക്ഷേപിക്കുന്ന, പ്രതിപക്ഷ നേതാവ് തന്നെ നിരന്തരം ആക്ഷേപിക്കുന്ന കാര്യം ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ നോക്കൂ, ഷംസുദ്ദീൻ പാലത്തിനെതിരെ ഈ സർക്കാരാണ് നടപടിയെടുത്തത്. മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ ഈ സർക്കാരാണ് നടപടിയെടുത്തത്. ഇപ്പോൾ PC ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നു. ഈ സർക്കാർ കേസെടുക്കില്ല എന്ന ഒരു അമിത പ്രതീക്ഷയിൽ നിങ്ങളുടെ പല നേതാക്കളും സോഷ്യൽ മീഡിയയിൽ വളരെ പരിഹാസദ്യോതകമായി സർക്കാരിനെ വിമർശിച്ചിരുന്ന ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഇങ്ങനെയല്ലേ പ്രതികരിക്കേണ്ടത്? ശ്രീ അജിംസ്, കേസെടുത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ പരാതി കൊടുത്തതിന് ശേഷം ഇപ്പോൾ കേസെടുത്തു. ഇപ്പൊ ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ പ്രസംഗം എത്ര മലീമസമാക്കിയെന്ന് നമുക്കറിയാൻ സാധിക്കും. സർക്കാരിന് സ്വമേധയെ എടുക്കാൻ പറ്റിയ ഒരു കേസായിരുന്നു ഇത്. സ്വമേധയെ എടുക്കാൻ പറ്റുന്ന കേസായിരുന്നു. പക്ഷേ കേസ് പരാജയ അടിസ്ഥാനത്തിൽ ഇപ്പോഴാണ് വലിയ ചർച്ചകൾ നടന്ന അടിസ്ഥാനത്തിലാണ് ഇത്തരം കേസെടുത്തത് സമ്മതിക്കുന്നു. അത് ഞാൻ അതിനെ തള്ളി പറയാൻ ആഗ്രഹിക്കുന്നു. കേസെടുത്തു. പക്ഷെ ഒരു കാര്യം ഇവിടെയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിനകത്ത് ഇത്തരം ആളുകൾക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഒരു കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ വെച്ച് നടത്തിയ പ്രസംഗം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയേറെ വിഷം തുപ്പുന്ന രൂപത്തിൽ ഈ രാജ്യത്തിന്റെ പല മേഖലകളിലും സംഘപരിവാർ കൊണ്ടുവരുന്ന ഒരു തീതുപ്പുന്ന വർഗീയതയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ ശശി തരൂർ എഴുതിയ ലേഖനം അദ്ദേഹം വളരെ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു അപരവൽക്കരണം നടത്തുകയാണ്. അത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. അപ്പൊ ആ അജണ്ട കേവലം അപരവൽക്കരണം മാത്രമല്ല റിജിൽ. നോക്കൂ, ഇപ്പോൾ ബാംഗ്ലൂരുവിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം സംഘപരിവാർ ഡോർ ടു ഡോർ ക്യാമ്പയിനായി നടത്തി. പക്ഷേ അവിടെ നിന്ന് കോർപ്പറേറ്റുകൾ, പ്രത്യേകിച്ചും ബാംഗ്ലൂരുവിലെ IT സെക്ടറിൽ നിന്ന് കിരൺ മജുംദാർ, ഷായെ പോലുള്ളവർ ശക്തമായി രംഗത്തെത്തി. എന്ന് മാത്രമല്ല, BJPയിലെ നേതാക്കൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂരു ഉണ്ടാവില്ല, ഈ പറയുന്ന വർഗീയത മാത്രം ഉണ്ടാവുമെന്ന് BJPയുടെ നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അതിനൊരു ഒടുക്കമുണ്ടായത്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ മേധാവിയെ നേർക്ക് നേരെ പേരെടുത്ത് പറഞ്ഞാണ് വിമർശിക്കുന്നത്. അതുപോലെ തന്നെ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള മറ്റൊരു ബിസിനസ് സ്ഥാപനം സ്പോൺസർ ചെയ്ത പരിപാടി അവരുടെ പരസ്യം എഴുതി കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന വിദ്വേഷ പ്രചാരണം. ഇത് എങ്ങോട്ടാണ് പോവുക? കേരളത്തിൻ്റെ എക്കണോമിയെ തന്നെ ബാധിക്കുന്ന, കേരളത്തെ മുച്ചൂട് മുടിക്കാൻ പോകുന്ന തരത്തിലുള്ള വിഷപ്രചാരണമാണിത്. റിജിൽ, തീർച്ചയായും അജിംസെ, ഈ കേരളത്തിനകത്ത് സമീപകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വിഷലിപ്തമായ പ്രതികരണങ്ങളും പ്രസംഗങ്ങളും നമ്മുടെ നാടിനെ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടത്തിയ ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, യുണൈറ്റഡ് ഇന്ത്യ ക്യാമ്പ് യൂത്ത് കോൺഗ്രസ് എന്ന രൂപത്തിൽ. ഞങ്ങൾ ഒരു പൊതുമണ്ഡലത്തിൽ 14 ജില്ലകളിലും ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ നിർത്തിക്കൊണ്ടുള്ള പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചു. നമ്മുടെ ജനങ്ങളുടെ മനസ്സിനകത്തേക്ക്, ചെറുപ്പക്കാരുടെ മനസ്സിനകത്തേക്ക് ഇത്തരത്തിലുള്ള വിദ്വേഷം, പ്രത്യേകിച്ച് യൂസഫ് അലിയെ പോലെയുള്ള ആളുകൾക്കെതിരായി PC ജോർജ് പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? എത്രയേറെ നികൃഷ്ടമായ രൂപത്തിലാണ് അത്തരം പ്രസ്താവന നടത്തുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ലക്ഷ്യം, ഇതിനകത്ത് വലിയ രൂപത്തിലുള്ള ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന സംഘപരിവാർ എന്ന് പറയുന്ന ആ ഒരു പ്രത്യയശാസ്ത്രം ഏതെല്ലാം മേഖലകൾ ജനങ്ങളുടെ മനസ്സിനകത്ത് അത് അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അവരിവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പൊ അവിടെ സൂചിപ്പിച്ച ആളുകൾ, അവിടെ അന്നം തിന്നുന്ന ആളുകൾ ആരും കൈയടിക്കില്ല. പക്ഷെ ചാണകം തിന്നുന്നവർ അവിടെ പോയിരുന്ന കൈയടിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ല. കാരണം അല്ലാത്തവർക്ക് ഇത്രയേറെ നികൃഷ്ടമായ പ്രസ്താവന നടത്തുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവർ അവർ തന്നെയാണ് ഏറ്റവും വലിയ ഭീകരവാദികൾ. അത്തരം വംശീയ കേരളത്തിന്റെ റിജിൽ, ഈ സംഘപരിവാറിന്റെ വിഷപ്രചാരണത്തെ സർക്കാർ ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കുന്നു എന്ന് നിങ്ങൾക്ക് വാദമുണ്ട്? സർക്കാരിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സർക്കാരിന്റെ ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ. അജിംസെ, സർക്കാർ എടുത്ത കേസുകളൊക്കെ നമുക്കറിയാൻ സാധിക്കുമല്ലോ. RSSനെതിരെ പോസ്റ്റ് ഇട്ടപ്പോൾ ഈ കേസെടുത്തല്ലോ. ഇപ്പൊ കേസെടുത്തു, പരാതി കൊടുത്തപ്പോൾ കേസെടുത്തു. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ CPM ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെറുതൊന്നുമല്ലല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴല്ലേ പ്രധാനപ്പെട്ട CPM നേതാവ് പറഞ്ഞത് ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ, അതെന്താണ് ഇവിടെ കൊടുക്കുന്നത്? അത്തരത്തിലുള്ള കാര്യങ്ങൾ CPM ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്, വലിയ വസ്തുതയാണ്. ഇവിടെ ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയെങ്കിലും ഇത്തരത്തിലുള്ള വർഗീയത ആളിക്കത്തിക്കുന്ന
സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു. ഈ അടുത്ത് കോടിയേരി ബാലകൃഷ്ണൻ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? കോൺഗ്രസിന്റെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ഈ പി സി ജോർജിനെ പോലെയുള്ള ആളുകൾക്ക്, തെരഞ്ഞെടുപ്പ് രംഗത്ത് പരാജയപ്പെട്ട് ജനങ്ങൾ വീട്ടിലിരുത്തിയ ആളുകൾക്ക് അയാൾക്ക് രാഷ്ട്രീയപരമായി എന്തെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന് കരുതിയത് കൊണ്ടാണ് ഇത്രയും തീവ്രമായ രൂപത്തിലുള്ള, ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഒരു പരാതിക്കപ്പുറത്തേക്ക് ആ സ്പോട്ടിൽ തന്നെ ഇയാൾക്കെതിരെ നടപടിയെടുത്ത് കൽത്തുറങ്കിൽ അടക്കുക വേണ്ടത്. പി സി ജോർജ് ഈ നാട്ടിലൂടെ നടന്നു കഴിഞ്ഞാൽ ഈ നാട് കുട്ടിച്ചോറാകും. അതുകൊണ്ട് കൽത്തുറങ്കിൽ അടക്കാനുള്ള നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോയാൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വർഗീയ വെറിയന്മാരെ, വംശീയ വെറിയന്മാരെ വിശദീകരിച്ചു. എനിക്ക് അദ്ദേഹത്തെ ഈ പുണ്യഭൂമി എന്ന ഒരു പത്രത്തിൽ കൂടെയുള്ള പരിചയമാണ്. അതിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ ഈ ജന്മഭൂമിക്ക് ഒരു കണ്ടന്ററായിട്ട് കുറെ കൂടി തീവ്ര നിലപാടുള്ള ഹിന്ദുത്വം മുന്നോട്ട് വെച്ചാണ് പുണ്യഭൂമി എന്ന പത്രം. ഞാൻ അതൊക്കെ ഒന്ന് വായിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. അങ്ങ് പറഞ്ഞു അദ്ദേഹം മഹാനുഭാവനായ ഒരു സന്യാസിയായിരുന്നു. ഉമേഷ് ബാബുവിന് തീർച്ചയായിട്ടും അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. കാര്യം ഈ എങ്ങും തൊടാതെ വർഗീയത പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ. അദ്ദേഹം ഒരു വളരെ ഒരുപാട് അനുയായികളുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു സന്യാസി വര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ സത്യാനന്ദ സരസ്വതി പതിറ്റാണ്ടുകളോളം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലെ അനിഷേധ്യനായ ഒരു നിറസാന്നിധ്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇനിയും അത് അംഗീകരിച്ചാലും ശരി, അതിനെ ഏത് രീതിയിൽ അംഗീകരിച്ചാലും ശരി, അതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം തുടങ്ങി വെച്ച സംരംഭമാണ്. തീർച്ചയായിട്ടും മുൻ നക്സൽ അനുഭാവിയൊക്കെയായ ഉമേഷ് ബാബുവിന് തീർച്ചയായും അങ്ങനൊരു നിലപാടുണ്ടാകും. ആ നിലപാടുണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. ജനാധിപത്യപരമായ ഒരു അദ്ദേഹത്തിൻ്റെ അവകാശമാണെന്ന് ഞാനതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഈ സത്യാനന്ദ സരസ്വതി എത്രയോ കാലം മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ഒരു സംരംഭമാണിത്. അത് വർഷങ്ങളായി നടന്നു പോരുന്നതുമാണ്. ഇതിപ്പോൾ തന്നെ തുടങ്ങിയിട്ട് 4 ദിവസമായി. ഏപ്രിൽ 27 തുടങ്ങിയതാണിത്. ഇന്നിപ്പം 30 ഇന്ന് 30 തീയതി. അവിടെ പി സി ജോർജും ഒരു ക്ഷണിതാവായിരുന്നു. പി സി ജോർജ് വന്ന ഒരു പ്രസംഗം നടത്തി. അതിൻ്റെ അകത്ത് യോജിപ്പും വിയോജിപ്പുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരാളും പി സി ജോർജിനെ വിയോജിപ്പ് അറിയിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാവരും ഹർഷാരവത്തോടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വിയോജിപ്പും ഒരു യോഗ നടപടിയിലോ അവിടെ വെച്ചൊന്നും പബ്ലിക്കായിട്ടൊന്നും അല്ല പറയുക. പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയാം. പി സി ജോർജ് അവിടെ പറഞ്ഞ പല അഭിപ്രായങ്ങളോടും വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ലാത്ത കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ളവരുടെ അന്തസ്സായിട്ട് അവരോട് വേറെ പറയുക ചെയ്യുന്നത്. അല്ല പബ്ലിക്കായിട്ടൊന്നും വിളിച്ചു വരുത്തിയൊരു അതിഥിയെ അപമാനിക്കുന്നത് ആരായാലും നിങ്ങൾ ചെയ്യുമോ? ഇല്ലല്ലോ. നിങ്ങളോട് ഞാൻ എത്രയോ കാര്യങ്ങൾ ഷാബു പ്രസാദ്, അതൊന്നും ഒരു അഭിപ്രായമല്ല, കള്ളമാണ്, പച്ചക്കള്ളമാണ് എന്ന് അറിഞ്ഞു പറയുന്നു. കേൾക്കുന്നവർക്കും അറിയാതെ കള്ളാണെന്ന്. അല്ല, അതേത് തുള്ളി മരുന്ന് കൊടുത്താലാണ് ആളുകൾ ഇമ്പോർട്ടന്റ് ആവണത്? എടോ പി സി ജോർജ് എന്ന് ചോദിക്കാൻ അവിടെ ആരുടെയും നാവുകയില്ലെന്ന്. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഞങ്ങൾ പബ്ലിക്കായിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞങ്ങൾ ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞൊരു ആഭ്യന്തരമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. തനിക്ക് എങ്ങനെ ധൈര്യം വന്നിടോ ഇത് പറയാൻ എന്നിവിടെ ആരെങ്കിലും ചോദിച്ചോ? അങ്ങനെ അത് നടക്കുന്ന കാര്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ. അത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എവിടെല്ലാം പറയുന്നു, എന്തെല്ലാം പ്രസംഗങ്ങളിൽ എന്തെല്ലാം വിവരക്കേടുകൾ ആരെല്ലാം പറയുന്നു, അതൊക്കെ പബ്ലിക്കായിട്ട് അത് ആ സമയത്ത് നടക്കുന്ന കാര്യമാണോ? ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്ന മനുഷ്യനാ പറഞ്ഞത്. ആഭ്യന്തരമന്ത്രിയായിരുന്ന. പക്ഷെ ഇപ്പോഴും അജിംസ് ഒരു കാര്യം പറയാം. അതായത് അജിംസോടെ പറഞ്ഞു എല്ലാം താങ്കൾ കുത്തിയിരുന്ന് കേട്ട് പഠിച്ച് പറഞ്ഞു. പി സി ജോർജിൻ്റെ ഒക്കെ ഇവിടെ നടന്നതിൻ്റെ അകത്ത് നിങ്ങൾ ഈ പറഞ്ഞ ഇത്ര വലിയ ഭീകരമായ വിഷം ചീറ്റലുകൾ എന്തൊക്കെയാണെന്ന് സ്പെസിഫിക് ആയിട്ടൊന്ന് പറയൂ. 1-2 കാര്യങ്ങൾ. ഇതിനാണ് ഒരു പരിപാടി എന്താണെന്ന് അറിയാൻ ഒരു തുള്ളി എടുത്ത് നോക്കിയാൽ പോരെ? എന്തിനാണ് മുഴുവൻ കേൾക്കുന്നത്? എനിക്ക് സത്യം പറയാം. ആ ഒരു ദിവസം നടന്ന പരിപാടിയിലെ പ്രസംഗം കേട്ടപ്പോ എനിക്ക് കിളി പോയെന്നേ. എനിക്ക് പിന്നെ കേൾക്കാൻ പറ്റില്ല. അത് സാധാരണ മനുഷ്യനായ ഒരാളുടെ കാര്യം ഞാൻ പറയുന്നത്. അജിംസെ, അതൊരു അപൂർവ സിദ്ധിയാണ്. പണ്ട് സ്വാമി വിവേകാനന്ദന് മാത്രം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ഒരു പുസ്തകത്തിന്റെ ആദ്യത്തെ പേജും അവസാനത്തെ പേജും വായിച്ചാൽ മുഴുവൻ പെട്ടെന്ന് കിട്ടുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് അഭിമാനവുമുണ്ട്. ചിത്രഞ്ജൻ, അവസാനത്തെ ചോദ്യം ഇതാണ്. എന്തുകൊണ്ട് ഇത്തരം ഒരു പരിപാടി നടക്കാൻ സർക്കാർ അനുവദിക്കുന്നു എന്ന വെല്ലുവിളിയാണ് വീണ്ടും. സർക്കാരിന് ഇത് തടയാമായിരുന്നല്ലോ. ഗവർണർ പങ്കെടുത്ത പരിപാടിയില്ലെന്നാണ് ചോദ്യം. അതിനുമുമ്പ്
ശ്രീ ഉമേഷ് ബാബു ഒരു തുള്ളി ഇട്ടായിരുന്നു. ആ തുള്ളിയെക്കുറിച്ചൊന്ന് പറയാതെ പോകാൻ കഴിയില്ലല്ലോ. ഈ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി നാവെടുത്താൽ 40 വട്ടം ഏറ്റവും കൂടുതൽ അസഭ്യം പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇന്ന് പ്രവർത്തിക്കുന്ന ശ്രീ പിണറായി വിജയനെയാണ്. എത്രയോ കാലമായി എന്തെല്ലാം തരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അടക്കം ഈ PC ജോർജ് എന്ന് പറയുന്ന മാന്യൻ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒന്ന് ചിന്തിച്ചോളണം. ഞാനിത് പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞു PC ജോർജിന് എന്ത് ധൈര്യം പകർന്നത് ചീഫ് സെക്രട്ടറി VP ജോയി അവിടെ ഗുജറാത്തിൽ ഡാഷ്ബോർഡ് പഠിക്കുന്നതിന് വേണ്ടി അത് കാണുന്നതിന് വേണ്ടി പോയത് കൊണ്ടാണ് എന്ന നിലയിൽ അദ്ദേഹം എന്തിനാണ് ഇപ്പോഴത് കുത്തിച്ചെടിയെന്ന് എനിക്ക് ഒട്ടും പിടികിട്ടുന്നില്ല. അവിടെ അദ്ദേഹം ഗുജറാത്തിലൂടെ യാത്ര ചെയ്യത്തില്ലേ? ഗുജറാത്തിൽ അവിടെ BJP ആണ് ഭരിക്കുന്നതെന്നും പറഞ്ഞ് അദ്ദേഹം അവിടത്തിലൂടെ ട്രെയിനകത്തും കാറിനകത്തൊന്നും പോകത്തില്ലേ? ഇവിടെ UDF-ന്റെ കാലഘട്ടത്തിൽ ഒരു മന്ത്രി അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് കൊണ്ടുപോയി പൂച്ചെണ്ട് കൊടുക്കുകയും ഗുജറാത്ത് മോഡൽ പഠിക്കാൻ പോവുകയും ചെയ്തൊരു സംഭവമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ആരും പഠിക്കാൻ പോയിട്ടില്ല. ഉദ്യോഗസ്ഥരെന്ന നിലയിൽ ചീഫ് സെക്രട്ടറി എന്നുള്ള ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ ഈ ഡാഷ്ബോർഡുമായി ബന്ധപ്പെട്ട് മികച്ചത് അവിടെയാണ് എന്നുള്ളത് കണ്ടപ്പോൾ അത് ഭരണപരമായ കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തിന് പോയതിനെ ഈ PC ജോർജ് അന്ന് ഏറ്റവും കൂടി വിവാദം ഉണ്ടാക്കിയത് ഇടതുപക്ഷ CPM അല്ലേ? പഠിക്കണം എന്നുള്ളതാണ് ഒരു ചോദ്യം. ഓക്കെ അതല്ല നമ്മുടെ ചർച്ച. എനിക്ക് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്ലീസ് നന്നായി ശരി മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഉണ്ടായ ഉടൻ തന്നെ സർക്കാർ ഇതിൽ കേസെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പോസിറ്റീവായ കാര്യം. സമീപകാലത്ത് അത്തരം പോസിറ്റീവായ ചില സൂചനകൾ ഉണ്ടായിരുന്നില്ല. വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. വിഷപ്രചാരണത്തിന് സർക്കാർ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ്, ശ്രീ KC ഉമേഷ് ബാബു, റിജിൽ മാക്കുറ്റി, PP ചിത്തരഞ്ജൻ MLA ഇത്രയും സംസാരിച്ചതിനിടെ വേണം.